ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളത്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ ഗൗതമിനെയാണ് കാണിക്കുന്നത്. ഗൗതമിനോട് നമ്മുടെ അരുന്ധതിയും ലക്ഷ്മിയും കൂടി ആ കാര്യം ആവശ്യപ്പെടുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ പിങ്കിനെ വിവാഹം കഴിക്കണം. ഇനി ആ മൂദേവി ഈ വീട്ടിലേക്ക് കയറി വരാൻ പാടില്ല. ഒരു കാരണവശാലും നിന്റെ ബന്ധം പറഞ്ഞ്, നിന്റെ ഭാര്യ എന്ന ബന്ധം പറഞ്ഞ് ഈ വീട്ടിലേക്ക് കയറി വരരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ ഇത്ര പെട്ടെന്ന് എങ്ങനെയാ അമ്മേ ഞാൻ ഈ വിവാഹത്തിനോടൊക്കെ അതിപ്പോ എങ്ങനെ സാധിക്കാനാ? അതെന്താ എങ്ങനെ സാധിക്കാനാണെന്ന് നീ ചോദിക്കുന്നത്? അത് സാധിക്കാനേ ഇത്ര വലിയ പാടൊന്നുമില്ല. നീ വിചാരിച്ചാൽ അത് സാധിക്കാന്നുള്ളതേ ഉള്ളൂ. അല്ല, നിന്റെ മനസ്സിൽ ഇനി വേറെ വല്ല ഉദ്ദേശമുണ്ടോ? ഇനിയിപ്പം നന്ദേനെ നിന്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാമെന്ന് വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ ഉദ്ദേശം അങ്ങ് മാറ്റി വെച്ചേരെ. ഈ വീട്ടിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല. നിനക്കറിയാലോ, അവള് പോയ അന്ന് മുതൽ പിങ്കി നിന്റെ ജീവിതത്തിലേക്ക് കയറി കൂടിയതാണ്. അതിനു മുമ്പ് അവൾ നിനക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തു. അവൾ ആ കുഞ്ഞിനെ പ്രസവിച്ചു. സത്യത്തിൽ നന്ദയ്ക്ക് ആ കുഞ്ഞു മരിച്ചതിൽ ഒരു വിഷമവും ഇല്ല. പക്ഷെ 10 മാസം ചുമന്ന് പ്രസവിച്ച പിങ്കി ഒരുപാട് വേദന അനുഭവിച്ചു. അതൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. അതുമാത്രമാണോ? എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നീ ഒരു മദ്യപാനിയായി. നീ നിന്റെ കാര്യം നോക്കിയ ഒരു സമയത്ത് നിന്നെ മാറ്റിയെടുക്കാനായിട്ട് അവൾ ആ ത്യാഗവും കൂടി ചെയ്തു. നമ്മുടെ നന്ദുമോനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നന്ദുമോന്റെ അമ്മയായി, നിന്റെ സങ്കല്പത്തിലുള്ള ഭാര്യയായി. ഇതെല്ലാം അവൾ ചെയ്തത് എന്തിനു വേണ്ടിയാണ്? നിനക്കറിയാലോ, നിനക്ക് വേണ്ടി മാത്രം, നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രം അവൾ അവളുടെ ജീവിതം മാറ്റിവെക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനി അവളെ തള്ളിപ്പറയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവൾ എന്നും ഈ കുടുംബത്തിന് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ പിശാച് അങ്ങനെയല്ല. അവൾ ഈ കുടുംബത്തിലെടുത്ത് കാല് കുത്തിയതും തുടങ്ങിയതാ ഈ കുടുംബത്തിന്റെ നാശം. അന്നു മുതൽ അവള് സ്വസ്ഥതയും സമാധാനവും തന്നിട്ടില്ല. നന്ദ അവൾ എന്തിനാണോ നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വന്നതെന്ന് നമ്മൾ പലതവണ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിന്റെ ഉദ്ദേശം എന്താ? ഇനിയും അവളെ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് നാശം കാണാനാണോ? പിങ്കിയെ വേണ്ടെന്ന് വെക്കാനാണോ? പിങ്കിനെ ഇവിടെ നിന്ന് ഇറക്കി വിടാനാണോ? എങ്കിലേ നീ ചെയ്യുന്നത് കൊടും പാപമായിരിക്കും. ഒരിക്കലും ദൈവം നിനക്ക് മാപ്പ് തരില്ല. കാരണം അത്രമാത്രം സഹിച്ചിട്ടുണ്ട് അവൾ നിനക്ക് വേണ്ടിയും ഈ വീടിന് വേണ്ടിയും ഒക്കെ. അവൾ എന്തിനാടാ ഇവിടെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്? അവൾക്ക് വേറൊരു ജീവിതം തേടി പോകാമായിരുന്നല്ലോ. അവളൊരു അമ്മയാകുമല്ലോ. അവൾക്ക് വേറൊരു കുടുംബജീവിതം കിട്ടുമല്ലോ. അവൾക്ക് ആവശ്യത്തിന് സാമ്പത്തികം ഉണ്ടല്ലോ. ഇതെല്ലാം അവൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് ഈ വീട്ടിൽ നമുക്ക് വേണ്ടി, ഈ കുടുംബത്തിലെ ഓരോരുത്തർക്കും വേണ്ടി അവൾ ത്യാഗം ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി എത്രയും പെട്ടെന്ന് പിങ്കിയും നീയും ആയിട്ടുള്ള വിവാഹം നടത്തിയേ പറ്റൂ എന്ന് നമ്മുടെ ഗൗതമിനോട് പറയുകയാണ്. അപ്പം ഗൗതം ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ഗൗതം ആലോചിക്കുന്നത് കണ്ട അരുന്ധതി ചോദിച്ചു, നീ എന്താ ആലോചിക്കുന്നത്? നിന്റെ മനസ്സിൽ വീണ്ടും നന്ദനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതം പറഞ്ഞു, അല്ല വല്യമ്മേ, എൻ്റെ മനസ്സിൽ ഒരിക്കലും ഇനി നന്ദ ഉണ്ടാവില്ല. അത് ഞാൻ ഉറപ്പ് തരിക. ഒരിക്കലും നന്ദേനെ ഞാൻ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരില്ല. അത് ഞാൻ തരുന്ന വാക്കാണ്. ഞാൻ അത്രയ്ക്ക് പൊട്ടനൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വാക്ക് ഞാൻ തരുന്നത്. പിന്നെ ഈ വിവാഹം എന്ന് പറയുന്നത് അത്രയ്ക്ക് എടുത്തോ പിടിച്ചോന്നോ പറഞ്ഞ് നടത്താവുന്ന കാര്യങ്ങളൊന്നുമല്ല. അതിന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പണ്ട് നന്ദ ജീവിച്ചിരിപ്പില്ലായിരുന്നു എന്നാണ് നമ്മൾ വിശ്വസിച്ചത്. അങ്ങനെയാണ് നമ്മൾ ആ ഒരു വിവാഹം നടത്തിയത്. പക്ഷെ ഇനി അങ്ങനെ ഒരു വിവാഹം നടത്താൻ പറ്റില്ല. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? അതെന്താടാ അങ്ങനെ ഒരു വിവാഹം നടത്താൻ പറ്റാത്തത്? എന്താ, നന്ദ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നിനക്ക് പിങ്കിയുടെ ജീവിതത്തിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, അതൊന്നുമല്ല കാരണം. ഡിവോഴ്സ് ജീവിച്ചിരിക്കുമ്പോൾ, ഒരു ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അവള് ഡിവോഴ്സ് തരാതെ വേറൊരുത്തിയുടെ കൂടെ ജീവിക്കാം. പക്ഷെ നിയമപരമായിട്ട് വിവാഹം കഴിക്കാൻ പറ്റില്ല. അതറിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അരുന്ധതി, ശരിയാണല്ലോ ലക്ഷ്മി, അതിപ്പോ ഒരു തടസ്സം തന്നെയാണല്ലോ. അതാ ഞാൻ പറഞ്ഞത്, അതിന് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഏതായാലും ഒരു 5-6 മാസമെങ്കിലും കാലതാമസം എടുത്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ വിവാഹം നടത്താം, എനിക്ക് സമ്മതമാണ്. പക്ഷെ ഇപ്പൊ തൽക്കാലം അതിന് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അരുന്ധതി പറഞ്ഞു, വിവാഹം നടത്താനല്ലേ സാധ്യമല്ലാത്തതുള്ളൂ. ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത്, അറിയാലോ, മറ്റന്നാള് നീയും പിങ്കിയും കൂടെ സാങ്കല്പികമായിട്ട് വിവാഹം കഴിച്ച ആ ഒരു ദിവസമാണ്, ആ ഒരു വാർഷികമാണ്. അന്ന് നിങ്ങളെ ഒന്നിപ്പിക്കാമെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷെ അന്ന് ഒന്നിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അന്ന് ഒരു വിവാഹ വാർഷികം അങ്ങ് വെക്കാം. അപ്പം അതിന്റെ കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ഗൗതം. അപ്പം ലക്ഷ്മി പറഞ്ഞു, അതിൻ്റെ കാര്യമുണ്ട്. കാരണം പിങ്കിയുടെ ഓരോ സന്തോഷവും നമ്മളിനി വിട്ടുകളയാൻ പാടില്ല. അവൾക്ക് മാക്സിമം സന്തോഷം കൊടുക്കണം. അറിയാലോ, അവൾക്കറിയാം അവൾക്ക് വിലങ്ങ് തടിയായിട്ട് നന്ദ നിൽക്കുമെന്ന്.
എന്നിട്ട് പോലും അവൾ നിന്റെ കുഞ്ഞിന് വേണ്ടി നന്ദയെ കൂട്ടിക്കൊണ്ട് വന്നു. എന്തിന്? നിന്നോടുള്ള സ്നേഹം കൊണ്ട്. അത് പക്ഷെ നീ മനസ്സിലാക്കുന്നില്ല. നീ എന്താ അത് മനസ്സിലാക്കാത്തത്? അതുകൊണ്ട് തന്നെ അവളുടെ ഓരോ സന്തോഷ നിമിഷവും നമ്മൾ ആഘോഷപൂർവ്വമാക്കണം. അതുമാത്രമല്ല, ഇത് കാണാൻ നന്ദയും വേണം. അവളും അറിയണം നിങ്ങളുടെ വിവാഹ വാർഷികമാണെന്ന്. അങ്ങനെ അവളുടെ മനസ്സിൽ പതിയണം ഗൗതം ഇനി ഒരിക്കലും അവളുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലില്ല എന്ന് തന്നെ അവളുടെ മനസ്സിൽ പതിയിപ്പിച്ചു കൊടുക്കണം. അതിനുവേണ്ടിയുള്ള ഒരവസരം കൂടെയാണ് എന്നിങ്ങനെ അരുന്ധതി പറഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു, അത് ഏടത്തി പറഞ്ഞത് കറക്റ്റാ. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ ഏതായാലും ഇനി ഒരിക്കലും മോനെ ഗൗതം നിന്റെ ജീവിതത്തിലേക്ക് അവൾ വരില്ല. അത് നമ്മൾ വരുത്തി തീർക്കണം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അവളെയും കൂടെ വിളിക്കാം. അപ്പോൾ ഒരു നിമിഷം നമ്മുടെ ഗൗതം അങ്ങ് പതറിപ്പോവുകയാണ് കേട്ടോ. പക്ഷെ ഗൗതം വീണ്ടും നിർമ്മലിനെ കുറിച്ചും നിർമ്മലിനെ കെട്ടിപ്പിടിച്ച് നിന്നതും അതുപോലെ തന്നെ ആ ഒരു ഹൗസ് ഓണർ തൻ്റെ ഭർത്താവ് എന്തിയെ നിർമ്മൽ എന്തിയെ എന്ന് ചോദിച്ചതും നിങ്ങളുടെ പ്രേമിച്ച് വിവാഹമല്ലേ കഴിച്ചതെന്ന് പറഞ്ഞതും ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നമ്മുടെ ഗൗതം പറയുകയാണ്, ഓക്കെ നമുക്ക് മറ്റന്നാൾ വിവാഹ വാർഷികം വെക്കാമെന്ന്. ഇത് കേട്ടതും ഭയങ്കര സന്തോഷമായി ലക്ഷ്മിക്കും അരുന്ധതിക്കും. ഇതിൽ കൂടുതൽ സന്തോഷം വേറെ ഉണ്ടോ? ഏതായാലും ഈ സന്തോഷം അറിയിക്കാൻ വേണ്ടി പിങ്കിയുടെ അടുത്തേക്ക് തന്നെയാണ് അരുന്ധതി ലക്ഷ്മിയും ചെല്ലുന്നത്. അങ്ങനെ മോളൊരു കാര്യം അറിഞ്ഞോ? മോക്കറിയാലോ മറ്റന്നാൾ എന്താ വിശേഷം എന്ന്? അത് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ വല്യമ്മേ? അപ്പൊ മോൾക്ക് അറിയാല്ലേ? കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് മോളുടെ വിവാഹ വാർഷികം അന്ന് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. വിവാഹ വാർഷികമോ? സാങ്കല്പികമായിട്ടാണ് ആ വിവാഹം നടന്നതെങ്കിലും അതൊരു വിവാഹ വാർഷികമാക്കി മാറ്റണം. അതിന് ഒരു പ്രധാന ഉദ്ദേശമുണ്ട്. വേറൊന്നുമല്ല, മോള് നന്ദയെ ആ വിവാഹ വാർഷികത്തിന് വിളിക്കണം. നന്ദ ഇതെല്ലാം കാണണം. അവളുടെ മനസ്സിൽ പതിയണം നീ ഗൗതമിന്റെ ഭാര്യയാണെന്നുള്ള യാഥാർത്ഥ്യം. അതിനുവേണ്ടിയും കൂടിയാ ഈ ഒരു ഫംഗ്ഷൻ വെക്കുന്നത്. പിന്നെ അതൊരിക്കലും നടക്കുന്നു തോന്നുന്നില്ല വല്യമ്മേ. കാരണം അതൊരിക്കലും നടക്കാൻ ചാൻസ് ഇല്ല. അവള് ഇങ്ങോട്ടേക്ക് അതിന് വരുമോ? വരും. നീ വിളിച്ചാൽ അവൾ വരും. അവളെ വരുത്തണം. അവൾ ഇതൊക്കെ കാണണം. അറിയാമോ പിങ്കി, നീ ഓർക്കുന്നുണ്ടായിരിക്കും നന്ദ പാവമാണെന്നും നന്ദി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്നും ഒക്കെ. പക്ഷെ അതൊക്കെ നിന്റെ വെറും തോന്നലാണ്. അവളുണ്ടല്ലോ പഠിച്ച കള്ളിയാ, കേമിയാ. അവൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും പഴുതിൽ കൂടി ഇങ്ങോട്ടേക്ക് കടന്നു വരാനും ഗൗതമിന്റെ ജീവിതത്തിൽ കയറുവാനും ശ്രമിക്കും. അതൊരിക്കലും നമ്മൾ സാധ്യമാക്കി കൊടുക്കരുത്. അത് സാധ്യമാക്കി കൊടുത്താലേ മോളെ പിങ്കി, നീ നിന്റെ ജീവിതം വെച്ചായിരിക്കും കളിക്കുന്നത്. അതുകൊണ്ട് നീ ഒരു സോഫ്റ്റ് കോർണറും കാണിക്കരുത്. അവളെ വിളിക്കണം. വിവാഹ വാർഷികത്തിന് വിളിച്ചിരിക്കണം. അങ്ങനെ വിവാഹ വാർഷികത്തിന് വന്ന് അവള് കൺനിറയെ കാണണം. നീയും ഗൗതമും നിന്ന് കേക്ക് മുറിക്കുന്നതും പരസ്പരം സ്നേഹം കൈമാറുന്നതും ഒക്കെ കാണണം. അത് കണ്ടിട്ട് അവളുടെ മനസ്സ് വേദനിക്കണം. അവൾ ഒരിക്കലും ഈ കുടുംബത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. കാരണം ഈ കുടുംബത്തെ തകർത്തിട്ട് പോയവളവള്. അവൾ ഇനി കുടുംബത്തിൽ കാലെടുത്ത് വെക്കരുതെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ ഇന്ന് ഞാൻ ഇപ്പൊ പറയാണ്, ആ ഒരു വിവാഹ വാർഷികത്തിന് അവൾ വന്നിരിക്കണം. ഇത് കേട്ട ഉടനെ തന്നെ പിങ്കി എന്തൊക്കെയോ ഇങ്ങനെ ആലോചിക്കാണ് കേട്ടോ. ഏതായാലും പിങ്കിയും മനസ്സിൽ ഓർക്കുന്നുണ്ടായിരിക്കും നന്ദ വരുമോന്നൊരു ചെറിയ പേടി കാണുമല്ലോ. പേടി ഉണ്ട്. ഏതായാലും ഗൗതമിനെ കൈവിടത്തൊന്നുമില്ല നമ്മുടെ പിങ്കി. പട്ടിയുടെ വാല് പന്തീരാണ്ട് കൊല്ലം കുഴലിട്ടാലും നേരെ ആവില്ല. അതുപോലെ പിങ്കി നേരെ ആയിട്ടൊന്നുമില്ല. നമ്മുടെ ഗൗതമിന് വേണ്ടി എല്ലാം മാക്സിമം സഹിച്ചു നിൽക്കുന്നത് തന്നെയാണ്. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഗൗതമിന്റെ യൂണിഫോം കാണുന്നില്ല. ഗൗതം യൂണിഫോം തപ്പി നടക്കുകയാണ്. അപ്പൊ ലക്ഷ്മി ചോദിച്ചു, എന്താടാ നീ കിടന്ന് അലർന്നത്? അത് പിന്നെ എന്റെ യൂണിഫോം കാണുന്നില്ല. ഓഹോ, അത് കൊള്ളാം. ഈ പോലീസുകാരുടെ തൊപ്പി പോയത് അന്വേഷിച്ച് നടന്നൊരു കഥയുണ്ട്. അത് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കുമാണ് അവിടുന്ന് യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞ ഒരാൾ വരുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ നന്ദു ആ പോലീസ് യൂണിഫോം ഒക്കെ ഇട്ട് ഇങ്ങനെ വരികയാണ്. ഇത് കണ്ടതും അമ്പടെ കള്ളാ സണ്ണിക്കൂട്ടാ, അപ്പൊ നീയല്ലേ ഇതെടുത്തത് എന്നിങ്ങനെ ചോദിച്ചപ്പോ പിങ്കിയും വന്നു. ഓഹോ, അപ്പൊ ഇവനാണല്ലേ കള്ളൻ? ഞാൻ കള്ളനല്ല, ഞാൻ പോലീസാണ്. ഇപ്പൊ നിങ്ങളെല്ലാം ഞാൻ വെടിവെച്ച് കൊല്ലും. അപ്പോഴത്തേക്കും ഗൗതം പറഞ്ഞു, ചുമ്മാതെ അങ്ങ് വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? പെർമിഷനൊക്കെ എടുക്കണ്ടേ? പോലീസുകാരന് ചുമ്മാ വെടിവെച്ച് കൊല്ലാം. അയ്യോ, അങ്ങനെ വെറുതെ വെടിവെച്ച് കൊല്ലരുത്. നല്ലവരെ ഒന്നും നമ്മൾ വെറുതെ വെടിവെച്ച് കൊല്ലാൻ പാടില്ല. ദുഷ്ടന്മാരെയും നമ്മൾ വെറുതെ വെടിവെച്ച് കൊല്ലാൻ പാടില്ല. അതിൻ്റെതായ നിയമമുണ്ട് സാറേ, അതറിയാമോ സാറിന്? ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പോഴത്തേക്ക് നമ്മുടെ മോഹിനി വന്നിട്ട്, ഈ കൊച്ച് എന്താ ഈ കാണിക്കുന്നത്? ചെറിയ ഇതിന് വലിയ വർത്താനം പറഞ്ഞ് നടക്കുമല്ലോ ഈ കൊച്ച്. നിങ്ങൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തോ? ഇതൊന്നും അത്രയ്ക്ക് ശരിയല്ല എന്ന് പറയാം. അപ്പൊ ഗൗതം ചോദിക്കുക, അല്ല ഇപ്പൊ എന്താ വേണ്ടത്? ചെറിയമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അതെ, അവന് എൻ്റെ യൂണിഫോം എടുത്തിട്ടു. എൻ്റെ റൂമിൽ ഇരുന്ന യൂണിഫോം ഞാൻ ഒളിപ്പിച്ചു വെച്ചേക്കൊന്നും അല്ലായിരുന്നു. അത് എൻ്റെ മകൻ എടുത്തിട്ടു. അതിനിപ്പോൾ എന്താണ് പ്രശ്നം ഇരിക്കുന്നത്? പ്രശ്നമൊന്നുമില്ല. യൂണിഫോമിനോട് ആദരവ് കാണിക്കാത്ത നിന്നോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അയ്യോ ദേ വല്യമ്മേ, കൂടുതലൊന്നും സംസാരിക്കാൻ, വല്യമ്മേ നല്ല സോറി ചെറിയമ്മേ, കൂടുതലൊന്നും സംസാരിക്കണ്ട കേട്ടോ. എനിക്കറിയാം
ഇപ്പോൾ ഉള്ള ദേഷ്യം എൻ്റെ കുട്ടിയോടാണോ? അത് കുട്ടിയോട് തീർക്കാനാണെങ്കിലേ അത് വേണ്ട, അത് കുട്ടിയുടെ അടുത്ത് തീർക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് മോഹിനീനെ നോക്കിയിട്ട് ഇതേ ക്രിമിനലാ, ക്രിമിനൽ, ഇതിന് ഞാൻ വെടിവെച്ച് കൊല്ലാൻ പോവാ എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ മോഹിനിയുടെ നേരെ ചൂണ്ടാണ്. മോഹിനിക്ക് ഇതും കൂടെ കണ്ടപ്പോൾ ദേഷ്യം വന്നു. കുട്ടികളെ പഠിപ്പിച്ച് വെച്ചേക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞ് തുള്ളി അങ്ങ് അകത്ത് കയറി പോയപ്പോഴത്തേക്കും നമ്മുടെ നന്ദുമോൻ പറഞ്ഞു, ദേ നമുക്കേ പിടിച്ചോട്ടങ്ങ് പോയി ജയിലിലിട്ടാലോ ഈ അമ്മൂമ്മേനെ, ഈ അമ്മൂമ്മ ക്രിമിനൽ ആണല്ലേ, വലിയവരെ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ മോനെ എന്നൊക്കെ പറഞ്ഞ് കുട്ടീനെ ഇങ്ങനെ മാറ്റാണ് കേട്ടോ, പറഞ്ഞ് മാറ്റാണ്. അപ്പൊ ചെറിയൊരു കോമഡി രൂപത്തിൽ ഒരു രസകരമായ ഒരു നിമിഷം കാണിക്കുന്നതാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് നടക്കുക. നമ്മുടെ ഗൗരിമോളെ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നന്ദ വന്നിട്ട് ഇത് എന്താ മോളെ കാണിക്കുന്നത്? അല്ല ഞാനേ പോലീസുകാരിയല്ലേ, ഇപ്പം ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. നടപ്പ് നല്ല നടപ്പല്ലെങ്കിലും നല്ലതാ, കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും. അതേ പോലീസുകാരാകുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ നടക്കണം, പോലീസുകാര് കുറച്ചും കൂടി ഡിസിപ്ലിൻ ആയിട്ട് നടക്കണം. എന്താ ബാക്കി ആരും ഡിസിപ്ലിൻ ആയിട്ട് നടക്കണ്ടേ? ലോകത്തിലെ ഏതൊരു വ്യക്തിയാണെങ്കിലും അവർക്കൊരു ഡിസിപ്ലിൻ വേണം, അതൊക്കെ ശരിയാ. എങ്കിലും പോലീസുകാർക്ക് കുറച്ചും കൂടെ വേണ്ടേ അമ്മേ? അപ്പം ഡോക്ടർമാരുടെ കാര്യം എനിക്ക് അറിയത്തില്ല. ഓഹോ, അപ്പം ഡോക്ടർമാർക്ക് ഡിസിപ്ലിൻ വേണ്ട, ടീച്ചർമാർക്ക് ഡിസിപ്ലിൻ വേണ്ട, ആകെ വേണ്ടത് പോലീസുകാരന് മാത്രമാണല്ലേ? അതെ, നിനക്ക് പോലീസിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നീ അങ്ങോട്ടേക്ക് മാത്രം ചരിയല് കേട്ടോ ഗൗരി. പിന്നെ ഈ അമ്മയ്ക്ക് എന്തെങ്കിലും സമ്മതിച്ചു തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. നമ്മുടെ ഗൗതമിന്റെ പപ്പയില്ലേ, പപ്പേനെ എനിക്ക് ജീവനാ. പപ്പേനെ കണ്ടത് മുതലേ പോലീസ് ആകണം എന്നുള്ള എൻ്റെ ആഗ്രഹം അങ്ങോട്ട് കൂടിയമ്മ എന്നിങ്ങനെ പറയണേ. ഇത് കേട്ടത് നന്ദ അങ്ങോട്ടൊന്ന് പതറി പോവാണ് കേട്ടോ, കാരണം നന്ദയ്ക്ക് അങ്ങ് എന്തോ പോലെയായി. എന്നിട്ട് പറഞ്ഞു, ഗൗരിമോള് പറഞ്ഞു, അതെ എനിക്കും അങ്ങനെ ഒരു പപ്പ ഉണ്ടായിരുന്നെങ്കിലോ, എൻ്റെ പപ്പയായിരുന്നെങ്കിലോ, നന്ദുവിന്റെ പപ്പ, എങ്കിൽ ഞാനും നന്ദുവും അമ്മയും പപ്പയും എന്ത് രസമായിരുന്നു. അപ്പൊ പെട്ടെന്ന് നമ്മുടെ നന്ദയ്ക്ക് എന്തോ പോലെ. അപ്പൊ നന്ദ പറഞ്ഞു, അപ്പം പിന്നെ നമ്മുടെ നന്ദുവിന്റെ അമ്മ എന്ത് ചെയ്യും? ശരിയാണല്ലോ അല്ലേ, ശരിയാ. അതുകൊണ്ട് മോളൊരു കാര്യം ഇപ്പം പോയി പഠിച്ചേ, എക്സാം വരാൻ പോവല്ലേ, എപ്പോഴും ഈ പോലീസിനെ പോലെ നടക്കാതെ പോയി പഠിക്കാനും കൂടെ ശ്രമിക്കണം എന്ന് പറഞ്ഞ് കുട്ടീനെ അവിടെ നിന്ന് പറഞ്ഞു വിടുക. എന്നിട്ട് നന്ദ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. സ്വന്തം കുഞ്ഞിന്റെ അച്ഛനാണ് എങ്കിൽ പോലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ലല്ലോ ഉള്ള ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്ന നമ്മുടെ പിങ്കിനെയാണ്. അപ്പം പിങ്കി നമ്മുടെ നന്ദേനെ വിളിക്കാണ് കേട്ടോ, വെഡിങ് ആനിവേഴ്സറിക്ക് വരണമെന്നും പറഞ്ഞ്. ഇത് കേട്ടതും ചങ്ക് തകർന്നു നിൽക്കുന്ന നന്ദേനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാം. ഉച്ചയ്ക്ക് നാളത്തെ പ്രമോ വിശേഷമായിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.